വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻടേക്ക് 6 2025 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ അസൈൻമെന്റ്സ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സ്റ്റുഡൻസിനെ അറിയുന്നൊരു കാര്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിലെ 100 മാർക്സിൽ ഇന്റേണൽ മാർക്സ് 30 മാർക്സും ദെൻ എക്സ്റ്റേണൽ ആയിട്ട് റിട്ടേൺ എക്സാമിലൂടെ 70 മാർക്സും അങ്ങനെ ആണ് ടോട്ടൽ 100 വരുന്നത്. അപ്പോൾ ആ ഇന്റേണൽ 30 മാർക്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റിൽ 2 അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സോ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് 1ഉം അനലറ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് സെറ്റ് 2 ആണ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഒരു സബ്ജക്റ്റിന് 5 അസൈൻമെന്റ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അനലറ്റിക്കലിൽ നിന്ന് 5 എണ്ണത്തിൽ ഒരെണ്ണം, അങ്ങനെ 2 അസൈൻമെന്റ്സ് ഒരു സബ്ജക്റ്റിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ടോട്ടൽ 5 പേപ്പറാണ് MCOM ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അസൈൻമെൻറ്റിൽ ടോട്ടൽ 30ൽ 30 സ്കോർ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ മാക്സിമം സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ MCOM ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ 5 സബ്ജക്ട്സിൻ്റെയും എല്ലാ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏത് ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആവുക, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM, BCOM, BBA അതുപോലെ തന്നെ BA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ MCOM ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. 5 സബ്ജക്റ്റാണ് വരുന്നത്. ആദ്യത്തെ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ സെറ്റ് അസൈൻമെൻറ്റിനും ഉള്ള റൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനാവട്ടെ അനലറ്റിക്കലിനാവട്ടെ നിങ്ങളുടെ ടോട്ടൽ 15 മാർക്ക് ഒരു അസൈൻമെൻറ്റിന് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഞാൻ ആദ്യം ഒന്നും കൂടി കാണിച്ചു തരാണ് ഇവിടെ. സോ ഇതാണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ വിവരണാത്മകം. 15 മാർക്കാണ് നമുക്ക് വരുന്നത്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരു അസൈൻമെൻറ്റിനാണെങ്കിലും ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് അങ്ങനെ കിട്ടും. ദെൻ വിശദീകരണം ബോഡി പാർട്ടാണ്, അതിനാണ് 6 മാർക്ക് വരുന്നത്. ദെൻ മൊത്തത്തിലുള്ള വ്യക്തത, ശൈലി, ഘടന നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ 3 മാർക്ക്. ദെൻ വ്യക്തത നമ്മുടെ പ്രസൻറ്റേഷനിലുള്ളത്, പിന്നെ കൺക്ലൂഷന് 2 മാർക്ക്, റെഫറൻസ് ലാസ്റ്റ് വരുന്നതിന് 2 മാർക്ക്. ഇങ്ങനെയാണ് 15 മാർക്കിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കണം, എന്നാൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അനലറ്റിക്കൽ ആണെങ്കിൽ അത് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടാണ്. അനലറ്റിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാതും റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ളതാണ്, വിശകലനം. സോ അവിടെയും 2 മാർക്സ് ഇൻട്രൊഡക്ഷൻ, പിന്നെ വിമർശനാത്മക അന്വേഷണം അതിന് 6 മാർക്ക്, വിശദീകരണം, പിന്നെ ശൈലി, ഘടന അതിന് 2 മാർക്സ്, കൺക്ലൂഷൻ, ദെൻ റെഫറൻസ്. അപ്പോൾ ഇത് രണ്ടും സോ ഈ പറയുന്നൊരു സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി ഡിസ്ക്രിപ്റ്റീവ് സെറ്റ് 1ൽ 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു കണ്ടക്ട് എ ലിറ്ററേച്ചർ റിവ്യൂ ഇൻ അക്കാഡമിക് റിസർച്ച്? ലിറ്ററേച്ചർ റിവ്യൂ എന്തിനാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂസ്, ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എ സാമ്പിൾ റിവ്യൂ ഓൺ എനി വൺ ടോപ്പിക്. അപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യണത് എന്തിനാ വേണ്ടിയിട്ടാണ്? ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം. ദെൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു ചോദ്യത്തിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മനസ്സിലാവുണ്ടോ?
അപ്പോൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇനി ഈ ഒരു അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത്. അതല്ലാണ്ട് ജസ്റ്റ് ലിറ്ററേച്ചർ റിവ്യൂയുടെ മീനിങ് ഡെഫിനേഷൻ എഴുതുന്നതല്ല ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ. എപ്പോഴും ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ മൊത്തം എഴുതാൻ പോകുന്ന ആ ഒരു അസൈൻമെന്റിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത്. ആ ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇനി ഇതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും കുട്ടികൾക്ക് മാർക്ക് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനാണ് പലപ്പോഴും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കാണുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. ഡിഫറെൻറ്റ് ടൈപ്സ് എഴുതണം. പിന്നെ ഒരു സാമ്പിൾ റിവ്യൂ കാണിക്കണം. നല്ല രീതിയിൽ ഇതിനെപ്പറ്റി അറിയണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് കടന്നിട്ട് കാര്യമുള്ളൂ. ഒരു റെഫറൻസിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ മിനിമം 7 മുതൽ 10 വരെ റെഫറൻസുകൾ വേണം. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? കാര്യമില്ല. അതിലപ്പോൾ നമുക്ക് റെഫറൻസുകൾ വെറുതെ എന്തെങ്കിലും എഴുതി വയ്ക്കില്ലല്ല. നമ്മൾ അതിൽ എഴുതുന്നുണ്ടെങ്കിൽ ആ റെഫറൻസസിൻ്റെ ബേസിൽ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടുണ്ട് ആ റെഫറൻസുകൾ മാത്രമേ അവിടെ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ബുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വൽ ബുക്കുകൾ നോക്കാം. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി ആണെങ്കിൽ അതിൻ്റെ, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. ഗൂഗിൾ ചെയ്യാം. ഗൂഗിൾ സ്കോളർ ഉണ്ട്. ഗൂഗിൾ സ്കോളറിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ റെഫർ ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് റെഫർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാണ്. നമ്മൾ മെയിൻ ബോഡി പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് അവിടെയാണ് ഏറ്റവും നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് വേണം. കറക്റ്റ് സ്ട്രക്ചറൈസ് ചെയ്യണം. പോയിന്റുകൾ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം. ദെൻ ഇതിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷനും ക്ലിയർ കട്ടായിരിക്കണം. കൺക്ലൂഷൻ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ എസ്സേക്കൊക്കെ അങ്ങനെയാണ്. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എസ്സേയുടെ മെയിൻ സ്വഭാവം നമുക്ക് പിടികിട്ടണം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യണ സമയത്ത് അല്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൺക്ലൂഷനിൽ കൊടുക്കണം. അപ്പോൾ കൺക്ലൂഷനിൽ ക്രിട്ടിക്കലായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, പ്രോപ്പർ കൺക്ലൂഷൻ ഇത് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ റെഫറൻസ് ഞാൻ പറഞ്ഞു ഒരു 7 മുതൽ ഒരു 7 എണ്ണമെങ്കിലും ആ ടോപ്പിക്കിൻ്റെ സ്കോപ്പ് അനുസരിച്ചിട്ട് റെഫറൻസ് വേണം എന്നുള്ളതാണ്. ഒരു 6 എണ്ണമെങ്കിലും വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. 7 മുതൽ 10 വരെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് വെബ്സൈറ്റുകൾ, ബുക്കുകൾ ഒക്കെ റെഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യം. ദെൻ രണ്ടാമത്, ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഫോർ ഈച്ച് ടൈപ്പ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ്. അതിനാണ് മാർക്ക്. ദെൻ ഹൈലൈറ്റ് ദ കണ്ടെക്സ്റ്റ് ഓർ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ആർ മോസ്റ്റ് ഇഫക്റ്റീവ്ലി യൂസ്ഡ്. മറ്റൊരു ചോദ്യം, ദെൻ പ്ലേജറിസം undermines the integrity of academic research and violates the ethical code of scholarly writing. പ്ലേജറിസത്തിനെ പറ്റിയിട്ടാണ് അതിൻ്റെ കൺസെപ്റ്റ് ഇൻ ഇറ്റ്സ് വാരിയസ് ഫോംസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കാഡമിക് ഹോണസ്റ്റി. അടിച്ചു മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ അല്ലേ പ്ലേജറിസം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. പിന്നെ എക്സ്പ്ലെയിൻ വൈ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. ഡിസ്കസ് ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ടു അസസ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്. Then finally, sample size in research എന്താണ്? How do you determine optimum sample size? Population in which a known size and population with an unknown size. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 2 ചോദ്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഏറ്റവും നന്നായിട്ട് എഴുതാൻ, കൂടുതൽ കണ്ടൻ്റ് ഒക്കെ എഴുതാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരെണ്ണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സ്കോപ്പുള്ള ചോദ്യമാണ്. സ്കോപ്പും അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഇതൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്നതാണ്. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ഏതാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈനും പിന്നെ റിലയബിലിറ്റി വാലിഡിറ്റി. ഇത് രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക.
ഇതിൽ നിന്ന്. ഓക്കെ, ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. സോ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ്. ഇനി നെക്സ്റ്റ് അനലറ്റിക്കലിലോട്ട് കിടക്കാം. ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനലറ്റിക്കൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരാം, ബട്ട് ഒക്കെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ് നമ്പർ 1 നോക്കി, ഡ്രാഫ്റ്റ് എ സാമ്പിൾ റിസർച്ച് പ്രപ്പോസൽ ഫോർ എ ടോപ്പിക് ഇൻ ദ ഫീൽഡ് ഓഫ് കോമേഴ്സ്. കോമേഴ്സിലെ ഒരു റിസർച്ച് പ്രപ്പോസൽ എഴുതാനാണ് പറയണത്. റിസർച്ച് പ്രപ്പോസൽ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 4th സെമസ്റ്ററിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞാൽ വെക്കുമ്പോൾ അതിൽ ആദ്യം ഉണ്ടാക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞ പ്രൊപ്പോസൽ. നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രൊപ്പോസൽ ഉണ്ടാക്കാന്ന് പറയണത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമ്പിള് അതിനെപ്പറ്റിയിട്ട് വ്യക്തമായുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓടിപ്പോയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല റിസർച്ച് പ്രപ്പോസൽ. അപ്പോൾ അതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1. Then question number 2, conduct a review at least 10 previous research studies related to your chosen topic. Summarize the key findings of each study and identify the existing research gaps that justify the need for further investigation. ഇതൊക്കെ റിയൽ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. കണ്ടക്ട് റിവ്യൂ ചെയ്യാൻ ലാസ്റ്റ് 10 പ്രീവിയസ് റിസർച്ച് സ്റ്റഡീസിനെ പറ്റിയിട്ട്, പിന്നെ റിസർച്ച് ഗ്യാപ്പ് നോക്കുക. നല്ല പണിയുള്ള മറ്റൊരു ചോദ്യമാണ്. Then next, you are planning to conduct a survey on customer satisfaction with online shopping in a city where some customers are difficult to reach. Describe the sampling method you would use to obtain a representative sample and justify your choice with suitable reason. Also specify the data collection tool you would employ for the study and provide a performer of the tool. അപ്പോൾ ഓൺലൈൻ സർവേ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഓൺലൈൻ ഷോപ്പിംഗ്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇത് പിന്നെയും കുഴപ്പമില്ല, ബട്ട് ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാർ മാത്രം ഇതിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇനി നെക്സ്റ്റ്, കമ്പയർ ദി റോൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ് ഇൻ റിസർച്ച് interpretation. Support your answer with suitable scenario. Last, APA guidelines related to font style, size, paragraph spacing and margin setting. Also illustrate how to write a bibliography as per APA. Then style for a work by one author, a work by 2 authors, a work by 3 or more authors. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള 5 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ എല്ലാ ചോദ്യങ്ങളും 5 ചോദ്യങ്ങളും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും നിങ്ങൾക്ക് സ്കോപ്പ് നന്നായിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ മാത്രം ഇറങ്ങാൻ പറ്റുന്ന 2 ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ റിസർച്ച് പ്രപ്പോസലൊക്കെ അറിയാമെങ്കിൽ മാത്രം എഴുതുക. അതല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി കുഴപ്പമില്ലാത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 കുഴപ്പമില്ല, 3 അതിനെപ്പറ്റി അറിയാമെങ്കിൽ മാത്രം പെർഫോമൊക്കെ നോക്കി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. അപ്പോൾ 4 കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ടുള്ളതാണ്. 3 നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ചെയ്യാം. ബാക്കിയൊക്കെ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന അനലറ്റിക്കലിലെ 5 ചോദ്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് കിടക്കാൻ നമുക്ക്. നെക്സ്റ്റ് സബ്ജക്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. 5 ചോദ്യങ്ങൾ. സോ അതിൽ ആദ്യം, laws are essential instruments in promoting and enforcing ethical conduct in business. Explain. Cite one example of business that violated ethical standards and legal consequences they faced. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Then describe different strategies that companies use to implement CSR initiatives. Support your answer with example. പിന്നെ സ്ട്രാറ്റജി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Major ethical issues faced by business organization today. Real world examples ന്റെ ബേസിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം. Then discuss Friedman's economic theory of ethics and explain its impact on business decision. Finally, steps involved in achieving corporate excellence. Providing examples of companies recognized for corporate excellence. 5 ചോദ്യങ്ങളാണ്. ഇതിലെ ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ഞാൻ ആദ്യത്തെ പറയാം. അതാണ് പിന്നെയും കുഴപ്പമില്ലാത്ത. പിന്നെ നിങ്ങൾക്ക് CSRലോട്ട് വേണമെങ്കിൽ അതും നോക്കാം. എക്സാമ്പിൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ.
5ഉം കട്ടക്കി നിൽക്കുന്നതാണ്. അതിൽ പിന്നെയും സിമ്പിൾ ആയിട്ടുള്ളതും സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 5 പിന്നെ 2 ആണ്. ഓക്കെ, ഇനി അനലറ്റിക്കലിലോട്ട് കിടക്കാം. അനലറ്റിക്കലിലോട്ട് കിടക്കുന്ന സമയത്ത് ആദ്യം ബിസിനസ് എത്തിക്സ് ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ which sustainable business stands. Explain. Quote 2 examples, one from Indian company and other from an international company. കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ. ദെൻ അടുത്തത് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടാ. യു ആർ ദി മാനേജർ ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി ദാറ്റ് ഡിസ്കവേഴ്സ് വൺ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഹാസ് എ മൈനർ ഡിഫക്ട്. ദ ഡിഫക്ട് ഈസ് നോട്ട് ലൈഫ് ത്രെട്ടനിങ് ബട്ട് could inconvenience customers. Recalling the products would be costly and damage the company's reputation, while ignoring the issue might go unnoticed by most consumers. So, ഇത് റിയൽ ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നേക്ക. Using any one of the ethical decision making theories, explain how you would reach an ethical decision in this case. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ പോവാ. ദെൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, റെഫർ ചെയ്ത് മാത്രമേ എഴുതാം. Then weak governance has often led to ethical collapse and corporate scandals. Substantiate this statement with 2 suitable examples and suggest measures to strengthen corporate governance in companies. Finally, explain with second last point with suitable example from corporate sector how knowledge workers, corporate culture, leadership contribute to organizational excellence. Last, discuss how the board of directors fosters transparency and accountability in corporate governance, supporting your explanation in relevant corporate sector examples. അപ്പം ഇങ്ങനെ 5 ചോദ്യങ്ങൾ. ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വൺ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 4ഉം ആണ്. ബാക്കിയുള്ള 3ഉം കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. ബാക്കി 3ഉം 5ഉം 4ആണ് പിന്നെയും കുഴപ്പമില്ലാത്തതും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. എല്ലാതും പറഞ്ഞില്ല, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതേണ്ടതാണ്. ഇപ്പോൾ തട്ടിക്കൂട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്ക് കുറയുന്നു മാത്രം. ഇനി ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ. സോ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ദിസ് ദി ഇവല്യൂഷൻ ഓഫ് ലീഗൽ എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ from pre-independence era to post-independence period, highlighting the key legislative developments and their implication for the business, challenges and opportunities for SMEs in the context of competition law. Material question. Then FEMA provisions ആണ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം. Then control air pollution in major cities, assess their effectiveness. Then personal data protection ബില്ലിനെ പറ്റിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് രണ്ടും ഈസിയസ്റ്റും ആണ്. പെട്ടെന്ന് നമുക്ക് ഒന്ന് റെഫർ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ്. അപ്പം ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ കുറച്ചൊരു ടഫസ്റ്റ് ആണ്. ഇനി അനലറ്റിക്കലിലോട്ട് വരുമ്പോൾ ഒക്കെ കുറച്ച് പ്രശ്നക്കാരാണ്. എങ്കിലും ആദ്യത്തെ അനലൈസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് സച്ച് ആസ് AI, ബ്ലോക്ക് ചെയിൻ, ദെൻ IPR. ആദ്യത്തെ ചോദ്യം ഒക്കെ കണ്ടോ, നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് പറഞ്ഞിട്ടുള്ള 3 ടോപ്പിക്സ്. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഡാറ്റ ഓഫ് പ്രൈവസി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഓൺലൈൻ കോൺട്രാക്ട്സ്, ഡിസ്കസ് ഹൗ ബ്രീച്ചസ് ഓർ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡാറ്റ എഫക്ട് കൺസ്യൂമർ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. ഇ കോമേഴ്സ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബാങ്കിങ്. പിന്നെ മിഷൻ ഗോൾസ്, ചലഞ്ചസ് ഫേസ്ഡ് ആൻഡ് ഓവറോൾ ഇമ്പാക്ട് ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. ഓൺ ഇംപ്രൂവിങ് സാനിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ. കണ്ടോ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. ദെൻ പ്രിപ്പയർ എ കേസ് സ്റ്റഡി ഓൺ റീസെന്റ് mergers and acquisition in India, assessing the impact on competition and consumer welfare. നല്ല ടഫാ. Then discuss recent cases of cybercrime in India, analyze the effectiveness of existing laws in addressing such offences, then suggest suitable measures to strengthen the legal framework, better prevention and control cybercrimes. ആണ് മറ്റൊരു ചോദ്യം. ഇതിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇത് ഭയങ്കര പോപ്പുലറാണ്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് സ്വച്ഛ് ഭാരത്. അപ്പോൾ അതാണ് ഉള്ളതിൽ കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ അതാ. പിന്നെ സൈബർ ക്രൈമോ ക്വസ്റ്റ്യൻ നമ്പർ 5 വേണമെങ്കിൽ അതും നോക്കാം. 3 ആണ് ബെറ്റർ. ഇനി നമ്മുടെ 4ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് അനലറ്റിക്സ് ആണ്. അതിൽ വരുന്ന 5 ചോദ്യങ്ങൾ. ആദ്യം എക്സ്പ്ലെയിൻ ദി സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ റോൾസ് ഓഫ് IT ഇൻ മോഡേൺ ഓർഗനൈസേഷൻ. ദെൻ OLTP, OLAPനെ പറ്റിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ് റോള്, അതിൻ്റെ
Impact of business analytics on decision making in modern organization. Then data driven process എങ്ങനെയാണ് അതിൻ്റെ ഷിഫ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഡിസിഷൻ മേക്കിങ്ങിനെ പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ വൈഡ്ലി യൂസ്ഡ് enterprise reporting tools, compare these tools based on their features, pricing and user friendly. ഇതിൽ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പറയാം ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെയാണ്. അത് കുറച്ചും കൂടി ഡിറക്റ്റ് ആണ്. ഇതിലുള്ളതിൽ അത് എഴുതിയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ പിന്നെ 3 കിടക്കാം. ഓക്കെ, ദെൻ അനലറ്റിക്കിൽ കുറച്ച് കട്ടിയായിട്ടുള്ള സാധനങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ERP, then CRM, പിന്നെ അതിൻ്റെ ഹൗ ഡസ് ഇൻ്റഗ്രേഷൻ ഓഫ് ERP ആൻഡ് CRM കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ IT ടൂൾസ് ട്രാൻസ്ഫോം ട്രഡീഷണൽ ബിസിനസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, HR, ദെൻ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ. പിന്നെ സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ഇൻഫ്ലുവൻസ് ബിസിനസ് അനലറ്റിക്സ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ്. അതിൻ്റെ എക്സാമ്പിൾസ് കമ്പാരബിലിറ്റി ആൻഡ് MNC മൾട്ടിനാഷണൽ എൻ്റർപ്രൈസിനെ പറ്റിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ലാസ്റ്റ് ബാലൻസ് സ്കോർ കാർഡ്, പിന്നെ കോൺട്രിബ്യൂട്ട് ടു അലൈനിങ് ബിസിനസ് സ്ട്രാറ്റജി വിത്ത് ഓപ്പറേഷൻ പെർഫോമൻസ്. ഇതിൽ കുറച്ചൊരു ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 കുഴപ്പമില്ലാത്തതാണ്. ആദ്യത്തെയും രണ്ടാമത്തെയാണ് വലിയ കുഴപ്പമില്ലാത്ത 2 ചോദ്യങ്ങളിലാണ്. ഇതിൽ ആദ്യത്തെ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എഴുതാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ടാക്സേഷൻ ആണ്, പ്രോബ്ലം പേപ്പർ ആണ്. പ്രോബ്ലം പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആ പ്രോബ്ലം ചോദ്യമാണ് എഴുതാൻ എടുക്കുന്നതെങ്കിൽ അവിടെ ഈ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ അങ്ങനത്തെ അതുപോലെ തന്നെ ലാസ്റ്റുള്ള റെഫറൻസ് അതൊന്നും ഉണ്ടാവില്ല. ചോദ്യമാണ് എന്നിട്ടുള്ളതെങ്കിൽ അതിന് ആൻസർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ആദ്യം എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ അണ്ടർ GST ലോ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST റിട്ടേൺ, സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ് അതിൻ്റെ, പിന്നെ GST സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, പിന്നെ പ്രൊവൈഡ് ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഇൻകം ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു താഴെ പറയുന്ന ഓരോന്നിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ITR, ഇൻഡിവിജ്വൽസ് വിത്ത് മൾട്ടിപ്പിൾ സോഴ്സസ് സച്ച് ആസ് സാലറി, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 1ഉം ആണ്. 2 ഈസിയാണ്, GST റിട്ടേണിനെ പറ്റിയിട്ട് 1ഉം കുഴപ്പമില്ല. ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സെറ്റ് 2 അനലറ്റിക്കലാണ്. അതിൽ ആദ്യം പ്രോബ്ലം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ തന്നിട്ട് പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ടോട്ടൽ അഡ്മിസിബിൾ ITC ഓഫ് RAM enterprise, give brief justification for allowing or disallowing ITC in each case as per GST provision. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്താൽ മതി, പ്രോബ്ലം ചെയ്യാൻ കിട്ടുമെങ്കിൽ. രണ്ടാമത് GSTN പീരീഡ് സിംപ്ലിഫൈയിങ്, അതിൻ്റെ തിയറിയാണ്. ഡിജിറ്റലൈസിങ് സ്ട്രെങ്തനിങ് GST റിട്ടേൺ ഫയലിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ, ഹൗ ഹാസ് GSTN contributed to improve transparency, efficiency and compliance under GST regime. പിന്നെ ഒരു പ്രോബ്ലം ആണ് പറഞ്ഞിട്ടുള്ളത്. തരുൺ എസ്റ്റിമേറ്റ്സ് ഈസ് ഇൻകം ഫിനാൻഷ്യൽ ഇയർ 25-26 ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം, ടാക്സ് ലൈബിലിറ്റി കാണാൻ വേണ്ടിയിട്ട്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതിലും പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. ലാസ്റ്റ് 5ാമത്തെ ഒരു തിയറി ചോദ്യം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST ഹെൽപ്സ് ടു റെഡ്യൂസ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്രിട്ടിക്കലി എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഫിനാൻഷ്യൽ കസ്റ്റമർ, സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ കേസ് സ്റ്റഡീസ് ഓർ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. 5 ചോദ്യം. അതിൽ പ്രോബ്ലം എടുക്കണമെങ്കിൽ പ്രോബ്ലം എടുക്കാം, തിയറി എടുക്കണമെങ്കിൽ തിയറി എടുക്കാം. ഞാൻ തിയറി പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, കാരണം സ്കോർ കൂടുതൽ കിട്ടാനുള്ള സാധ്യത തിയറിക്ക് പലപ്പോഴും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2, 5 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പ്രോബ്ലം ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും സ്കോർ വരാൻ സഹായിക്കുന്നതാണ് തിയറി പ്രസൻറ്റേഷനിലൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സബ്ജക്റ്റിലും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ നിങ്ങൾ അസൈൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ച് മാത്രം പ്രസൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പരമാവധി ഫുൾ മാർക്കിലോട്ട് എത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ ടോട്ടൽ മാർക്സ് അവിടെ കൂടുന്നുള്ളതാണ്. അപ്പോൾ 5 സബ്ജക്ട്സിൻ്റെയും
കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഡിസ്ക്രിപ്റ്റീവിലും എക്സാമ്പിൾസ് റിയൽ ലൈഫ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അനലറ്റിക്കലാകുമ്പോൾ ഒക്കെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ദെൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സ്കോളർ അവൈലബിൾ ആണ്. ഒരുപാട് അല്ലേ ആർട്ടിക്കിൾസും ബുക്കുകളും ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായിട്ട് കോച്ചിങ്ങും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.